നോർമൽ നമ്മൾ കനോണിക്കൽ LR എടുക്കുന്ന CLR1 എടുക്കുന്ന സമയത്ത് CLR1ൽ നമ്മളൊരു ലുക്ക് അഹെഡ് ആഡ് ചെയ്യുന്നുണ്ട്. ലുക്ക് അഹെഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ദ പ്രോബ്ലം ഈസ് ഇഫ് ഇറ്റ് ഈസ് ഓഫ് സെയിം സ്റ്റേറ്റ് ബട്ട് ദ ലുക്ക് അഹെഡ് ആർ ഡിഫറെന്റ്, you have to count it as a different state. Am I right? So normally in the case of CLR1, if there are different states, same states ഉണ്ടാവും, പക്ഷേ അതിന്റെ ലുക്ക് അഹെഡ് ഡിഫറെന്റ് ആയതുകൊണ്ട് മാത്രം we are forced to add a new state. This had happened, right? അങ്ങനെ ഒരു issues ഉണ്ടായിട്ടില്ലേ നമുക്ക്? So every time whenever we are adding new state, you have to include a new state. അതായത് നമ്മളിപ്പം ലുക്ക് അഹെഡ് A bar B ആയിക്കോട്ടെ, അല്ലെങ്കിൽ A bar B അല്ലെങ്കിൽ A dollar എന്നൊക്കെ വരുന്ന കേസിൽ നമുക്ക് എന്താ ചെയ്യുന്നത്? ലുക്ക് അഹെഡ് ഡിഫറെന്റ് ആണ്. സ്റ്റേറ്റ് ചിലപ്പോൾ സിമിലർ ആയിരിക്കും, പക്ഷെ ലുക്ക് അഹെഡ് ഡിഫറെന്റ് ആയതുകൊണ്ട് മാത്രം നമുക്ക് അതിന് പുതിയ സ്റ്റേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ എന്താ, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആക്ച്വലി അത് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ആക്ച്വലി ദാറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. ഓർ വാട്ട് വി ക്യാൻ സേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ കൂടുതൽ എന്താ പറയുക എംപ്റ്റി എൻട്രീസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ് ടു ഹാൻഡിൽ ദ എറേഴ്സ് എന്ന് പറയാം. നമ്മളെ പാസിംഗ് ടേബിളിൽ കുറേ ഈസി എൻട്രീസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഈസി ഫോർ അസ് ടു ഹാൻഡിൽ ദ എറേഴ്സ്. കുറേ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും കുറേ എൻട്രീസ് ഉണ്ടായാൽ. ഓക്കെ, അപ്പോൾ ഇതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചുകൊണ്ടിരുന്നത്? ഇത് ഈ CLR1 പാസിംഗ് ടേബിൾ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, റൈറ്റ്? ഓക്കെ, നമ്മൾ ഇതിന്റെ LALR1 പാസിംഗ് ടേബിൾ ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ LALRന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഇറ്റ് ഈസ് ലുക്ക് അഹെഡ് LR, റൈറ്റ്? Look ahead LR. While comparing to CLR1, here the number of states are less. എങ്ങനെ അത് റെഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. Those states are less than ഏതിനെക്കാട്ടും? CLR1നെക്കാട്ടും. Okay, here we can manage those who are having the same LR0 item. നമ്മൾ എങ്ങനെയാണ് number of states കുറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, what we are going to do is like we will merge the states സെയിം LR0 ഐറ്റംസ്. നമുക്കിപ്പം ഡോട്ട് വരുന്ന കേസിൽ സെയിം LR0 ഐറ്റം വരുന്ന കേസ് ഉണ്ടാവും. ലുക്ക് അഹെഡ് മാത്രം ഡിഫറെന്റ് വരുന്ന കേസ് ഉണ്ടെങ്കിൽ we will merge that. So thus the number of items in LR1 can be reduced by merging the states, those states are having same LR0 item. Okay, so normally we can say, while considering the number of states, this is the order actually. This is the order. SLR1 is equal to LALR1. LR0 SLR0 LALR same states ആയിരിക്കും. But in the case of CLR1, the number of states will be more. Okay? Clear ആണോ? Okay ആണോ? അപ്പോൾ while generating the LALR passing table, the steps actually same as constructing our normal CLR passing table. Okay, അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഗ്രാമർ നോക്കാം. S derives CC, S derives small c, capital C, C derives D. Okay, if this is the grammar, ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞേ? If this is the grammar, നമ്മൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്യണം സൊല്യൂഷനിൽ. ഫസ്റ്റ് എന്ത് ചെയ്യണം? You have to include the augmented grammar, right? S dash derives S. This is the augmented grammar. And you have to generate the corresponding LR0 items, right? Dot S. If I am including dot S, S production has to be included. Dot C, capital C. C production has to be included.
സെക്കൻഡ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് സി ഡിറൈവ് സ്മോൾ സി ക്യാപിറ്റൽ സി, സി ഡിറൈവ് ടി ഇങ്ങനെയാണ്. C derives, then C derives small d. S derives, okay, ഇത് വിട്ടു. S derives capital C, ഇത് small c capital C ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഓഗ്മെന്റഡ് ഗ്രാമറായി ഇനി ഇതിന്റെ ലുക്ക് ഹെഡ് ഇൻക്ലൂഡ് ചെയ്യണം, റൈറ്റ്? അപ്പൊ എങ്ങനെ വരും നോക്കാം നമുക്ക്. ഞാനിവിടെ എഴുതുവാണിത്. എസ് ഡാഷ് ഡിറൈവ്സ് ഡോട്ട് എസ്. ഇതിന്റെ ലുക്ക് ഹെഡ് എന്ത് വരും എന്ന് പറ. കമന്റ് ഇറ്റ്. വാട്ട് ഇസ് ദി ലുക്ക് ഹെഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സിമ്പിൾ? എസ് ഡാഷ് ഡിറൈവ്സ് ഡോട്ട് എസ് ഡോളർ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഡോട്ട് എസ് വന്നതുകൊണ്ട് ഐ ഹാവ് ടു ഇൻക്ലൂഡ് ദ എസ് പ്രൊഡക്ഷൻ. എസ് ഡിറൈവ്സ് ഡോട്ട് സി ക്യാപിറ്റൽ സി. What is the look ahead of this grammar? First ചെയ്യേണ്ടത് എസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സിമ്പിൾ നോക്കുക. ഫസ്റ്റ് ഓഫ് ദാറ്റ് വൺ. അപ്പൊ എന്താ ബാക്കി എന്താ ഉള്ളത്? എസ് കഴിഞ്ഞാൽ പിന്നെ നോൺ ടെർമിനൽസ് ഒന്നുമില്ല, പിന്നെ ബാക്കിയുള്ളത് ഡോളർ ആണ്. ഫസ്റ്റ് ഓഫ് ഡോളർ മീൻസ് ഡോളർ. ഓക്കെ, സോ ലുക്ക് അഹെഡ് ഈസ് ഡോളർ. വെരി ഗുഡ്. ഇനി ഡോട്ട് സി വന്നതുകൊണ്ട് ക്ലോഷർ ഓഫ് സി, അപ്പോൾ സ്മോൾ സി ക്യാപിറ്റൽ സി. ഇവിടെ എന്തായാലും ലുക്ക് അഹെഡ് ഇവിടെ ലുക്ക് അഹെഡ് എന്താന്ന് പറഞ്ഞ് മസ്ന, വൈഷ്ണവി, നിതിൻ, നഫ, നേഹ, വിഷ്ണു, ഷിറോണ. പറയൂ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓഫ് ദിസ്? വാട്ട് ഈസ് ദ ലുക്ക് അഹെഡ് ഓഫ് ദിസ്? സി ബാർ ഡി. എങ്ങനെ സി ബാർ ഡി കിട്ടിയത്? മനസ്സിലാകാത്തവർ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. എസ് ഡി റൈസ് ഡോട്ട് സി സി ഡോളർ എന്നാണ് ഗ്രാമർ. അപ്പൊ നമ്മൾ ഡോട്ട് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മുഴുവൻ സാധനങ്ങളുടെയും ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇത്രയും സാധനങ്ങളുടെ ഫസ്റ്റ് ഓഫ് സി കൊമ ഡോളർ എന്ന് എടുക്കും. ഫസ്റ്റ് ഓഫ് സി എന്താ? ഫസ്റ്റ് ഓഫ് സി ഈസ് നത്തിങ് ബട്ട്, നമുക്ക് നോക്ക് ഗ്രാമറിൽ സി ബാർ ഡി ആണ് ഫസ്റ്റ് ഓഫ് സി എന്ന് വെച്ചാൽ. അതാണ് ഇതിന്റെ ലുക്ക് ഹെഡ് ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ഇസ് സി ഡിറൈവ്സ് ഡോട്ട് ഡി അഗെയിൻ. ഇതെന്ത് വരും? ഫസ്റ്റ് ഓഫ് സി തന്നെ എടുക്കുക അല്ലെ? സി ഡിറൈവ്സ് അല്ലേ? ഡോട്ട് സി സി ബാർ ഡി എന്ന് വരുന്നത് കൊണ്ട് ഇത് തന്നെയാണ് ഇതിന്റെയും ലുക്ക് ഹെഡ് വരിക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദിസ് ഇസ്, ഞാൻ ഇതിനെ നമ്പർ ചെയ്യുന്നു I0. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റിൽ എന്താ? upon visiting capital S, what you will get? S dash derives S dot dollar. ഇതിലൊന്നും ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഈ സ്റ്റേറ്റിനെ ഞാൻ നമ്പർ ചെയ്യുന്നു ആസ് I1. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ആ സ്റ്റേറ്റ് എഴുതുമ്പോൾ തന്നെ നമ്പർ ചെയ്ത് പോയിക്കോളൂ, എന്നാൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് കൗണ്ട് ചെയ്യുമ്പം ചില സ്റ്റേറ്റ്സ് ചിലപ്പോൾ സിമിലർ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത എന്താന്ന് പറഞ്ഞേ? അടുത്ത അപ്പോൺ വിസിറ്റിംഗ് വിച്ച് സിമ്പിൾ? അപ്പോൺ വിസിറ്റിംഗ് ക്യാപിറ്റൽ സി, എസ് ഡിറൈവ്സ് സി ഡോട്ട് സി. ഇതിൽ ഡിഫറൻസ് ഒന്നും വരില്ല, ഡോളർ തന്നെ ആയിരിക്കും ലുക്ക് ഹെഡ്. ഡോട്ട് സി വന്നതുകൊണ്ട് യു ഹാവ് ടു ഇൻക്ലൂഡ് ദ ക്ലോഷർ ഓഫ് സി, സ്മോൾ സി ക്യാപിറ്റൽ സി. ഇവിടെ എന്താ ലുക്ക് ഹെഡ് വരുമെന്ന് പറഞ്ഞേ? സി ഡോട്ട് സി വന്നതുകൊണ്ട് ഐ എം ഇൻക്ലൂഡിങ് ദ പ്രൊഡക്ഷൻസ് ഓഫ് സി. ഇവിടെ എന്താണ് ലുക്ക് ഹെഡ് വരിക? ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CLR1 LALR1 കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിള്ളേരെ. പറയൂ. സി ഡിറൈവ്സ് ഡോട്ട് സി ക്യാപിറ്റൽ സി. What is the look ahead here? What is the look ahead of that particular grammar?
എങ്ങനെ കണ്ടുപിടിക്കാം? വാട്ട് ഇസ് ദ മെത്തേഡ്? A derives alpha dot B beta dot A bar B. If it is the grammar, then if you want to find the look ahead, you have to find the first of that symbol. ഇവിടെ ഏതിന്റെ ഫസ്റ്റ് വരാന്ന് പറയൂ. ആരോ റിപ്ലൈ ചെയ്യാത്തെ? ആർക്കും മനസ്സിലായിട്ടില്ലേ? വൈഷ്ണവി, അനഘ, നിതിൻ, സഹല, റസാന, മഷ്ന. ഇതിന്റെ ലുക്ക് അഹെഡ് എന്ന് പറയും. ആർക്കും മനസ്സിലായിട്ടില്ല? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് മനസ്സിലായിട്ടില്ല നിങ്ങൾ പറഞ്ഞു. നോട്ട് ഓഡിയബിൾ. ഫസ്റ്റ് ഓഫ് സി. ഓക്കെ, എന്താ വരികയെന്നും കൂടെ പറഞ്ഞേ. ഫസ്റ്റ് ഓഫ് സി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ലുക്ക് ഹെഡ് ഏതാ വരിക? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് എവിടെ തെറ്റിയിട്ടുണ്ടെന്ന്. ഓക്കെ, അതാണ് പ്രശ്നം. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഡിറൈവ്സ് സ്മോൾ സി ക്യാപിറ്റൽ സി ഡോളർ, റൈറ്റ്? ഈ ഡോട്ട് സി വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സീൻ്റെ എല്ലാ പ്രൊഡക്ഷൻസും അവിടെ എഴുതി വെച്ചു. അതിലൊന്നും ആർക്കും തർക്കമില്ലല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ താഴെയുള്ള രണ്ട് സാധനങ്ങളുടെ ലുക്ക് ഹെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സി കഴിഞ്ഞിട്ട് ഇത് ഈ സി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ക്ലോഷർ എഴുതിയത്. ഇനി ഈ സി കഴിഞ്ഞിട്ട് ബാക്കി എന്തുണ്ടോ അതിന്റെ മുഴുവൻ ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓഫ് ഡോളർ. ഫസ്റ്റ് ഓഫ് ഡോളർ എന്ന് വെച്ചാൽ എന്താ? What is first of dollar? First of dollar is dollar. ഇപ്പൊ ഇവിടെ ഡോളർ വരെ. എന്തുകൊണ്ടാ സി ബാർ ഡി വരാത്തത്? സി ബാർ ഡി ഇവിടെ ആയിരുന്നില്ലേ? നമ്മളിപ്പോ ഇൻക്ലൂഡ് ചെയ്തതിന്റെ പ്രീവിയസ് ഗ്രാമറിന്റെ ഫസ്റ്റ്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ എഴുതാണ്. എ ഡിറൈവ്സ് ആൽഫ ഡോട്ട് ബി ബീറ്റ ബാർ എ ബാർ ബി ആണെന്ന് വിചാരിച്ചോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതുക? വാട്ട് യു വിൽ ഡു ഇസ് ലൈക്ക് ഇത് വെച്ചിട്ട് ഈ ഡോട്ട് ബി വെച്ചിട്ട് നിങ്ങൾ എന്ത് എഴുതും? ഇതിന്റെ ക്ലോഷർ കണ്ടുപിടിക്കും. അതായത് ബിന്റെ എല്ലാ പ്രൊഡക്ഷൻസും ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള മുഴുവൻ സാധനങ്ങളുടെയും ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതാണ് ഈ ക്ലോഷർ എഴുതിയ സാധനങ്ങളുടെ ലുക്ക് ഹെഡ് ആയിട്ട് വരിക. ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആയോ? അനഘ മനസ്സിലായോ? വൈഷ്ണവി, നിതിൻ ബാബു, അഖിൽ, നേഹ, നഫ, ശ്രദ്ധ, ജസ്ന, കീർത്തന. ഓക്കെ, അപ്പൊ എന്താ? ഇവിടെയും ഡോളർ വരും, ഇവിടെയും ഡോളർ വരും. അതിലൊന്നും ആർക്കും മനസ്സിലാവുകയില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ബാക്കി പറഞ്ഞേ. ഇനി അടുത്ത എന്താ? അടുത്ത സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സി. സ്മോൾ സി വന്നു കഴിഞ്ഞാൽ സി ഡിറൈവ്സ് സ്മോൾ സി ക്യാപിറ്റൽ സി ബാർ സി ബാർ ഡി. എങ്ങനെ എഴുതി? ഇനി ഈ സി വന്നതുകൊണ്ട് എന്ത് എഴുതണം? ഡോട്ട് സി വന്നതുകൊണ്ട് ബാക്കിയുള്ള സി പ്രൊഡക്ഷൻ ഒന്നും കൂടി എഴുതണം. സി ഡിറൈവ്സ് ഡോട്ട് സി ക്യാപിറ്റൽ സി. ഇനി ലുക്ക് ഹെഡ് എന്താ വരിക എന്ന് പറ. ലുക്ക് ഹെഡ് നോക്കുന്ന സമയത്ത് ഈ സ്റ്റേറ്റിലേക്കൊന്നും നോക്കാൻ പാടില്ല. നമുക്ക് തൊട്ട് മുകളിലുള്ള ഗ്രാമർ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇത് എഴുതുന്ന സമയത്ത് ഈ സിമ്പിൾ ഉള്ളതുകൊണ്ട് ഇതിന്റെ ക്ലോഷർ എഴുതി. ഇനി ബാക്കി എന്താണുള്ളത് അത് വെച്ചിട്ട് വേണം ലുക്ക് ഹെഡ് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇതിന്റെ ലുക്ക് ഹെഡ് എന്ത് വരും എന്ന് പറയൂ. സി ബാർ ഡി. വെരി ഗുഡ്. സി ബാർ ഡി. സി ഡിറൈവ്സ് ഡോട്ട് ഡി എന്നും കൂടെ വരും. അതിന്റെ ലുക്ക് ഹെഡ് എന്ത് വരും? സി ബാർ ഡി തന്നെ വരും. ഓക്കെ ആണോ? ഇതുവരെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. നെക്സ്റ്റ് ഓൺ വിസിറ്റിംഗ് ഡി, സി ഡിറൈവ്സ് ഡി ഡോട്ട്.
ഇതിന്റെ ലുക്ക് അഹെഡിൽ ചേഞ്ച് ചെയ്തല്ല, ഇറ്റ് ഇസ് ജസ്റ്റ് എ ഗോ ടു മൂവ്മെന്റ്. സോ സി ബാർ ഡി സ്റ്റേറ്റ്സിനെ നമ്പർ ചെയ്യണം ഞാൻ. I1, I2, I3, I4. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി. അടുത്തത് സെയിം തിങ് തന്നെ. നെക്സ്റ്റ് ഇത് ഫൈനൽ സ്റ്റേറ്റ് ആണ്, ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് ചെയ്യാനുള്ളത് upon visiting capital C, S derives CC dot go to movement ആയതുകൊണ്ട് just dollar symbol. On visiting small c, C derives small c dot C bar dollar. C വന്നതുകൊണ്ട് ബാക്കിയുള്ള C productions you have to include it. Now tell me what is the look ahead of this. ഇവിടെ look ahead എന്ത് വരും? സ്മോൾ സി ആണ്. ലുക്ക് അഹെഡ് എന്താ വരാന്ന് പറഞ്ഞേ? അഭിനന്ദ്, അഭിനവ്, ശ്രീഷ്മ, ദിൽന, പ്രണവ്, റസാന, സഹല. ഡോളർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഡോളർ വരും. ഞാൻ സി ഡി റൈസ് ഡോട്ട് ഡി, അതിൻ്റെയും ഡോളർ തന്നെ വരും. ഓക്കെ, ഇതിലൊന്നും ഡൗട്ടില്ല. ശരി, വെരി ഗുഡ്. അടുത്തത് സി ഡി ഓൺ വിസിറ്റിംഗ് സ്മോൾ ഡി, സി ഡിറൈവ്സ് ഡി ഡോട്ട്. ഡോളർ തന്നെ വരും, ജസ്റ്റ് എ ഗോ ടു മൂവ്മെന്റ്, റൈറ്റ്? സോ നമ്പർ ദ സ്റ്റേറ്റ്സ് I3, I4, I5, I6, I7. ഓക്കെ അല്ലേ? ഇനി എന്താ? ഇനി ഈ ഗ്രാമർ. അപ്പോൾ വിസിറ്റിംഗ് ക്യാപിറ്റൽ സി എന്ത് കിട്ടും? ക്യാപിറ്റൽ സി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സി ഡിറൈവ്സ് സ്മോൾ സി ക്യാപിറ്റൽ സി ഡോട്ട് സി ബാർ ഡി. ഗോ ടു മൂവ്മെന്റ് ആയതുകൊണ്ട് നോ ചേഞ്ച് ഇൻ ദ ലുക്ക് അഹെഡ്. ഇനി ഇതിന്റെ സ്റ്റേറ്റ്സിന് ഞാൻ നമ്പർ ചെയ്യുന്നു. I8 എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് ആണ്, ഇത് I7. ഇനി ഇതിൽ ക്യാപിറ്റൽ സി വിസിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കിയേ. ഇതേ സ്റ്റേറ്റ്സിൽ ക്യാപിറ്റൽ സി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സി ഡോട്ട്, ഓക്കെ, ഈ സ്റ്റേറ്റിൽ ഞാൻ സ്മോൾ സിന്റെ കേസിൽ സ്മോൾ സി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി ഡിറൈവ്സ് സി ഡോട്ട് ക്യാപിറ്റൽ സി. ലുക്ക് അഹെഡ് അത് തന്നെ, എന്താ മൂവ്മെന്റ്, ഗോ ടു മൂവ്മെന്റ് ആയതുകൊണ്ട് സി ബാർ ഡി. ഡോട്ട് സി വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ഐ ഹാവ് ടു ഇൻക്ലൂഡ് ഓൾ ദ സി പ്രൊഡക്ഷൻ. ഡോട്ട് സി, സി ബാർ ഡി, സി ഡിറൈവ്സ് ഡോട്ട് ഡി ബാർ സി ബാർ ഡി. അതെന്ന് വെച്ചാൽ I3 സ്റ്റേറ്റ് തന്നെയല്ലേ? സെയിം I3 അല്ലേ ഇത്? നോക്കൂ, ഇതും ഈ സ്റ്റേറ്റും I3യും സെയിം തന്നെയല്ലേ? ഞാനിപ്പോ ഇവിടെ എഴുതിയതും ഈ I3യും സിമിലർ അല്ലേ? സെയിം സ്റ്റേറ്റ്സ് തന്നെയല്ലേ? ഓക്കെ, സോ upon visiting small c it is going to the same. And upon visiting d ആണെങ്കിലോ c derives d dot. Production will be, look ahead will be c bar d. So I'm just adding d like this. Okay, അപ്പോൾ ഇതിലെല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ല. നെക്സ്റ്റ് വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇനി എന്താ? I5 ഇനി സ്റ്റേറ്റ്സ് ഒന്നും ബാക്കിയില്ല. I6 ഇനി ബാക്കിയുണ്ട് അല്ലേ? I6 ബാക്കിയില്ലേ? I6 എന്താ വിസിറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്? ക്യാപിറ്റൽ സി. ക്യാപിറ്റൽ സി വിസിറ്റ് കഴിഞ്ഞാൽ സി ഡിറൈവ്സ് സ്മോൾ സി ക്യാപിറ്റൽ സി ഡോട്ട് ഡോളർ. ഓക്കെ, അത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ്. അത് ഫൈനൽ സ്റ്റേറ്റിലെത്തി. ഈ സ്റ്റേറ്റിന് I9 നമ്പർ ചെയ്തു. ഓക്കെ, ഇനി അപ്പോൺ വിസിറ്റിംഗ് സ്മോൾ സി ആണെങ്കിലോ സി ഡോട്ട് ക്യാപിറ്റൽ സി ഡോളർ. ഇത് തന്നെ, ഈ സ്റ്റേറ്റ് തന്നെ വരും. അപ്പോൾ ഞാൻ I'm just writing upon visiting small c it will be like this. And d visit ചെയ്ത് കഴിഞ്ഞാലോ c derives d dot ഡോളർ തന്നെ വരും, അതായത് I7 തന്നെ. Okay, you will get a diagram like this. Clear ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഇത് സെയിം തന്നെ, CLR1 ജനറേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് LALR1 നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതുവരെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? Is this okay? Response me fast. Okay. Kirtana, Jeshna, Masna, Vaishnavi, Srishma,
അഞ്ജിത, ഓക്കെ. അഖിൽ, നിതിൻ, അതിൻ, അഭിനവ്, അഭിനന്ദ്. ബോയ്സിന്റെ റെസ്പോൺസ് വളരെ കുറവാണ് കേട്ടോ. നിങ്ങൾ ഡൗട്ടും ചോദിക്കുന്നില്ല, ആൻസർ ചെയ്യാറുമില്ല. ശരി, ഇനി എന്ത് ചെയ്യണം? വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? യു ഹാവ് ടു ജനറേറ്റ് ദ, ഇപ്പൊ നമ്മൾ LR1 കളക്ഷന്റെ DFD വരച്ചു കഴിഞ്ഞു അല്ലേ? വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലൈക്ക് യു ഹാവ് ടു generate the passing table. Okay, before moving into passing table, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാമറിൽ സെയിം എല്ലാ സീറോ ഐറ്റം വരുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാ? സെയിം എല്ലാ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പോർഷൻ ലുക്ക് അഹെഡ് അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങൾ സെയിം വരുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് നമ്പർ പറഞ്ഞേ. നോക്കൂ, ഇവിടെ ഇതൊരു സിമിലർ. ഓക്കെ, I3 and I6. വെരി ഗുഡ്, വെരി ഗുഡ്. I3 and I6. പിന്നെ ഏതെങ്കിലും ഉണ്ടോ അനക? അതിൻ, അഖിൽ, വിഷ്ണു, സംഗീത് ക്ലാസ് തന്നെയല്ലേ? റോഷൻ, സാരംഗ്, അജ്മൽ. ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യൂ. 3-6 അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്സ് ഉണ്ടോ? 3-6 കറക്റ്റ് ആണ്. ഇനി വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ? C derives D dot എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നോക്കിയേ. ഈ I4 എന്ന് പറഞ്ഞ സ്റ്റേറ്റും ഈ I4 എന്ന് പറഞ്ഞ സ്റ്റേറ്റും ഈ I7 എന്ന് പറയുന്ന സ്റ്റേറ്റും സിമിലർ അല്ലേ? ഓക്കെ, ഈ സ്റ്റേറ്റ്, ഈ I4 എന്ന് പറയുന്ന സ്റ്റേറ്റും I7 എന്ന് പറയുന്ന സ്റ്റേറ്റും സിമിലർ അല്ലേ? C derives D dot, C bar D ആണ് ഇവിടെ ലുക്ക് അഹെഡ്, ഇവിടെ ഡോളർ ആണ് ലുക്ക് അഹെഡ്. അതല്ലേ ഡിഫറൻസ് ഉള്ളൂ. എല്ലാ സീറോ ഐറ്റം സിമിലർ അല്ലേ? സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് I4 and I7. ഇനി അങ്ങനെ വരുന്ന വേറെ ഏത് സ്റ്റേറ്റ് ഉള്ളതെന്നും കൂടെ നോക്കിയേ. ഇനി ഒരു സ്റ്റേറ്റും കൂടി ഉണ്ട്. ഏതാത്? I89. വെരി ഗുഡ്. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ സെയിം എല്ലാ സീറോ ഐറ്റം ആണ്. ഡിഫറൻസ് ഈസ് ഓൺലി ഇൻ ദ ലുക്ക് അഹെഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്നാ പറഞ്ഞത് LR1 ഐറ്റത്തിന്റെ കേസിൽ? Number of states are less than CLR1. Merge the states those who are having same LR1 items എന്നാണ് പറഞ്ഞത്. LR1 items സെയിം ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ നമ്മൾ മെർജ് ചെയ്യും. അതായത് I3 and I6 ഞാൻ I36 എന്ന് പറഞ്ഞൊരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ടും I47ന് I4നെ I7നും കൂടെ I47 എന്നും I8 and I9 I89 എന്ന് വെച്ചിട്ട് വേറൊരു സ്റ്റേറ്റ് ആയിട്ട് എഴുതും. നിങ്ങൾ NFA to DFA കൺവേർഷന്റെ കേസിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പഠിച്ചിട്ടില്ലേ? മെർജ് ചെയ്യുന്നത് രണ്ട് സ്റ്റേറ്റ്സിന്, ഓർമ്മയുണ്ടോ? അതേപോലെ സെയിം എല്ലാ സീറോ ഐറ്റം വരുന്ന സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുക, അത് നമ്മൾ മെർജ് ചെയ്യാന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ പാസിംഗ് ടേബിൾ എങ്ങനെ വരക്കണം എന്ന് പറഞ്ഞേ? സ്റ്റേറ്റ്സ് ഏതൊക്കെയായിരിക്കും? സ്റ്റേറ്റ്സ് action, go to ആക്ഷനിൽ ഏതൊക്കെ വരും? ഓൾ നോൺ ടെർമിനൽസ് അല്ല, ഓൾ ടെർമിനൽസ് CD and ഡോളർ. ഗോ ടുലാണെങ്കിൽ എസും ക്യാപിറ്റൽ സിയും. ഓക്കെ, ഇനി സ്റ്റേറ്റ്സ് ഏതൊക്കെ? I0,
I1, I2, I3 വരുന്ന സമയത്ത് I3 മാത്രമല്ല, ഞാൻ I3നെയും I6നെയും കൂടെ കമ്പയർ ചെയ്തിട്ട് എന്ത് എഴുതി? I3യും I6ഉം കൂടെ I36 എന്നാണ് എൻ്റെ സ്റ്റേറ്റിന്റെ പേര്. സോ ഐ എം റൈറ്റിംഗ് I36. I4ഉം I7ഉം കൂടെ I47 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ I47. പിന്നെയോ I5, I8ഉം I9ഉം കൂടെ കമ്പയർ ചെയ്തിട്ട് I89 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതാണല്ലോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സെയിം തന്നെ. ഓക്കെ, ഇത്രയും സെയിം ലെയർ ആണ്. ഇനി I0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നോക്കൂ. ഇനി പറയൂ, I0 ടു S വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാ പോകുന്നത്? 0th സ്റ്റേറ്റ് നിന്ന് സ്മോൾ z വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാ? സ്മോൾ c വന്നു കഴിഞ്ഞാൽ I3യിലേക്കല്ലേ അല്ലേ? നോക്കൂ, ഇതില് I0 ടു സ്മോൾ c എന്ന് പറയുന്നത് ഇതാണ് സ്റ്റേറ്റ്. സ്മോൾ സിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു I3. I3 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇല്ല. ഐ എം ജസ്റ്റ് കമ്പൈനിങ് 3 and 6 ടുഗെദർ ആൻഡ് ഐ ഹാവ് റിട്ടൺ I36, റൈറ്റ്? സോ അപ്പൊ ഇവിടെ എന്ത് എഴുതും? ഇവിടെ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് S36 എന്ന് എഴുതും. അടുത്ത ഡി വന്നു കഴിഞ്ഞാലോ I4ലേക്കാണ് പോകുന്നത്. നോക്കൂ, on small d it is going to I4. I4 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ I am combining 4 and 7 together. So what I will do, I'll write I47 here. S47. Any ഓൺ ക്യാപിറ്റൽ എസ് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഡയഗ്രം നോക്കിയിട്ട് പറഞ്ഞേ. I1ലേക്ക് അല്ലേ? സ്റ്റേറ്റ് 1 അല്ലേ? ഓൺ ക്യാപിറ്റൽ സിയോ I2ലേക്ക്. അതിലൊന്നും വ്യത്യാസമില്ല, അതൊക്കെ അതുപോലെ തന്നെ 1 and 2. ഓക്കെ, ഇനി I1ന്റെ കേസ് നോക്കിയേ. I1 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇതാണ്. ഇറ്റ് ഇസ് എ ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് ആണെങ്കിൽ അതായത് എസിലുള്ള നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ ആണ്. സോ $1 on മീൻസ് നമ്മൾ എന്ത് ചെയ്യും? യു വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, ഇനി I2ന്റെ കേസ്. I2 നോക്കിയേ. I2 ഓൺ ക്യാപിറ്റൽ സി ഗോയിങ് ടു 5 അല്ലെ? ക്യാപിറ്റൽ സി 5. I2 ഓൺ സ്മോൾ സി ആൻഡ് ഡി ഗോയിങ് ടു 6 and 7 അല്ലെ? സ്മോൾ സി ആണെങ്കിൽ പോകുന്നത് എങ്ങോട്ടേക്കാ? സ്മോൾ സി ആണെങ്കിൽ I6ലേക്ക്, ഇതാണെങ്കിൽ I7ലേക്ക്, റൈറ്റ്? ഓക്കെ, 6ഉം 7ഉം ആണ് കിട്ടുന്നത്. സ്മോൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിങ് ടു 6 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇല്ല, അതിന് പകരം എന്താ ഉള്ളത്? 36 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് എഴുതും? S36 എന്ന് എഴുതും. അടുത്തത് 7 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉള്ളത്. 7 ഇല്ല, പകരം 47 എഴുതും. ഓക്കെ ആണോ? ഇനി അടുത്തത് I3 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ I36 ആണുള്ളത്. I3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടേക്കൊക്കെ പോകുന്നത്? ഓൺ ക്യാപിറ്റൽ സി ഗോയിങ് ടു 8 അല്ലെ? അപ്പോൾ 8 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് എഴുതും? 89 എഴുതും. ഇവിടെയോ സ്മോൾ സി വരുമ്പോ എങ്ങോട്ടേക്കാ? സ്മോൾ സി സെയിം I3യിലേക്ക് തന്നെ പോകുന്നു. സ്മോൾ ഡി 4ലേക്ക്. ഇവിടെ എന്തൊക്കെ എഴുതും? S36, S47 എഴുതും. ഇനി നെക്സ്റ്റ് കേസിൽ അടുത്തൊരു റെഡ്യൂസ് മൂവ്മെന്റ്. 4 എന്ന് പറയുന്നത് റെഡ്യൂസ് മൂവ്മെന്റ് ആണ്. ഓക്കെ, I3 കഴിഞ്ഞു. I4 എന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. ദാറ്റ് ഇസ് റെഡ്യൂസ് മൂവ്മെന്റ്. റെഡ്യൂസ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? R എന്ന് എഴുതണം. പിന്നെ എന്ത് വേണം? ഇതിന്റെ ഗ്രാമർ നമ്പർ വേണം. എത്ര ഇതിന്റെ ഗ്രാമർ നമ്പർ? 1, 2 and 3, തേർഡ് ഗ്രാമർ. അപ്പൊ R3 എന്ന് എഴുതണം. എവിടെയൊക്കെ എഴുതണം R3 എന്ന്? എവിടേക്കാണ് R3 എന്ന് എഴുതുക? C ബാർ ഡിയിലായിരുന്നു CLR1 എഴുതിക്കൊണ്ടിരുന്നത് അല്ലെ? C ബാർ ഡി. പക്ഷെ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഐ ഹാവ് ക്ലബ്ഡ് 4th സ്റ്റേറ്റ് ആൻഡ് 7th സ്റ്റേറ്റ് ടുഗെദർ ആൻഡ് ഐ ഹാവ് മെയ്ഡ് I47. സോ ഐ ഹാവ് ടു ചെക്ക് ദ ലുക്ക് അഹെഡ് ഓഫ് 7th സ്റ്റേറ്റ് ഓൾസോ. അപ്പോൾ സിയിലും ഡിയിലും ഈ 7th സ്റ്റേറ്റിന് ഡോളറിലും കൂടെ വരും. അപ്പോൾ C D ഡോളറിൽ വരും R3 എന്ന്.
Okay, so I am writing R3, R3, R3. ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? I47 എന്തുകൊണ്ടാണ് ഡോളറിലും കൂടെ എഴുതാന്ന് മനസ്സിലായോ? ഓക്കെ. ഇനി I5 എന്ന് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റ് അല്ലേ? I5 ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, I5 എന്ന് പറയുമ്പോൾ ഫൈനൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ലുക്ക് അഹെഡ് ഡോളറിലാണ്. സോ ഐ വിൽ റൈറ്റ് R1. സ്മോൾ സിയോ ക്യാപിറ്റൽ സി ഏതെങ്കിലും എഴുതിയാണ്. സ്മോൾ ആറോ ക്യാപിറ്റൽ ആറോ ഏത് ആറോ വേണമെങ്കിൽ എഴുതാം. R1. ഓക്കെ, ഇനി 8-9 ലുക്ക് അഹെഡ് എന്ന് പറഞ്ഞു. 8-9 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, അതായത് I8-9 കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരുപോലെ ആക്കി. ഇതൊരു റെഡ്യൂസ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ എൻട്രിയിൽ എഴുതേണ്ടതെന്ന് പറ. I8-9 എൻട്രിയിൽ ടേബിളിൽ എന്ത് എഴുതണം? എവിടെയൊക്കെയാണ്? ഇതൊരു റെഡ്യൂസ് മൂവ്മെന്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ. റെഡ്യൂസ്, എന്ത് റെഡ്യൂസ്? എന്താണ് അവിടെ എഴുതേണ്ടതെന്ന് പറഞ്ഞ്. എഴുതേണ്ടത് R2 എന്നാണ്. എന്തുകൊണ്ടാ? ഈ ഗ്രാമർ സെക്കൻഡ് ഗ്രാമർ ആണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. R2 ആണ്. R2 എവിടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയും. അതും കൂടെ കഴിഞ്ഞാൽ ഇത് നിർത്താം നമുക്ക്. എവിടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? CDN ഡോളർ. വെരി ഗുഡ്. അപ്പോൾ ഓക്കെ ആണ് അല്ലേ? R2, R2, R2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. LR1 എന്ന് പറഞ്ഞാൽ സിമിലർ ടു CLR1. ഓൺലി ദ തിങ് ഈസ് ഈ ലുക്ക് LR1 എല്ലാ 0 ഐറ്റം സിമിലർ ആയിട്ടുള്ള ഗ്രാമറിനെ നമ്മൾ ക്ലബ് ചെയ്തിട്ട് ഒറ്റൊരു സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആ സമയത്ത് അതിന്റെ ലുക്ക് ഹെഡും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. I'll stop here. Rest of the things will continue next class. Okay.